അച്ചോ അച്ചോ ഒച്ച വെക്കു അച്ചോ. എന്ത് അവിടെ ധ്യാനം നടക്കാണ്. ഒച്ച വെക്കരുത്. ഒച്ച വെക്കു അച്ചോ, എല്ലാരും കേക്കട്ടെ. അച്ഛൻ എന്താ പറഞ്ഞേ? സെൻട്രൽ സിസ്റ്റർ വലിയ തിരുമേനിയുടെ പെങ്ങളുടെ മോളാ കുറെ വർഷം കഷ്ടപ്പെട്ടാ കിട്ടുന്ന കന്യാസ്ത്രീ പട്ടം. അതിനിപ്പോ എന്തുണ്ടായി? എന്തുണ്ടായിന്ന് സിസ്റ്റർ ഇവിടെ ഉണ്ടോന്ന് അച്ഛനൊന്ന് നോക്ക്. ഒന്ന് നോക്കച്ചോ. കാര്യം എന്താണെന്ന് വെച്ചാ പറയടോ. കാര്യമൊക്കെ പറയാച്ചോ. കാര്യം എന്താണെന്ന് വെച്ചാ പറയാൻ. അച്ചോ, കന്യാസ്ത്രീകൾ ജീൻസ് ഇടൂ. അനാവശ്യം പറയരുത്. പറയല്ലച്ചോ, ഞാൻ കണ്ടു. ആ കാട്ടില് സെൻട്രൽ സിസ്റ്റർ ജീൻസ് ഇട്ടോണ്ട്. നിർത്തണോ? അവർ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിന്റെ വില എന്താണെന്ന് തനിക്കറിയാമോടോ? അച്ഛൻ എന്റെ കൂടെ നിന്ന് വന്നേ, ഞാൻ കാണിച്ചു തരാച്ചോ. എന്താ ഇനി വേറെ ആരെങ്കിലും ജീൻസ് ഇട്ടായി തോന്നുന്നുണ്ടോ? ഇല്ല, ഒക്കെ എന്റെ മനസ്സിന്റെ തോന്നലായിരുന്നു അച്ചോ. എടോ, ജീൻസും ടോപ്പും വേണ്ടാന്ന് വെച്ച് കർത്താവിന്റെ മണവാട്ടിയായി ലോകത്തിന്റെ വേദന ഏറ്റുവാങ്ങാൻ ഒരു പെണ്ണിന് അപാരമായ യോഗ്യത വേണം. അതെന്താണെന്ന് അറിയോ തനിക്ക്? ത്യാഗം. വീടും കൂടും ഉപേക്ഷിച്ച് ലോകസേവ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന പുണ്യാത്മാക്കളാണവർ. അറിയോ തനിക്ക്? അറിയാച്ചോ, പക്ഷേ ആത്മാവ് ആത്മാവിനെ തിരിച്ചറിയും. പാദതരങ്ങി ആലുവ പുഴ പിന്നൊഴുകി ആയിരം പാദതരങ്ങിലുങ്ങി. സുമുഖോ, പേടിപ്പിക്കല്ലേ സുമുഖോ. പാക്കരാ, എന്തുവാണ് അവിടെ? പഴയതുപോലെ നിക്കറിലങ്ങനെ തീ പിടിപ്പിച്ചോ? വേഗം ചായ കൊണ്ടുവാ. എപ്പോഴെങ്കിലും കൊണ്ടുവന്നാ പോരാ, ഇപ്പൊ വേണം. അങ്ങോട്ട് മാറ്റി വൈ. സാഹിബല്ലേ? പ്രേമോ? തുരിശാക്കോ? രാത്രി 11 മണിക്ക് അവസാന ഡോസും മരുന്നും കഴിച്ചോണ്ട് ഇതിനോടൊപ്പം ഉറങ്ങാൻ കയറുന്ന മനുഷ്യനാണോ? നീ ആരാണെന്നാണ് അച്ഛൻ ചോദിച്ചത്? ഇടവഴിയിലിട്ടു ചാക്കോ. അതല്ല, ചാക്കോയുടെ ശരീരത്തിൽ കൂടിയിട്ടുള്ള ദുഷ്ടാത്മാവിനോടാണ് അച്ഛന്റെ ചോദ്യം. എന്നാൽ മറുപടിയും അവൻ തന്നെ പറഞ്ഞോളും. നിനക്കെന്താണ് ആവശ്യം? ഇന്നോമിനെ യേശു ക്രിസ്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അച്ഛൻ നിന്നോട് കൽപ്പിക്കുന്നു, നീ ഈ മനുഷ്യനെ വിട്ടുപോവുക. ഓ സങ്തിസീമ, ഓ പീസീമ, ദൂർച്ചീസ് വർഗോ മറിയാ. അച്ഛൻ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് കരുതിയല്ലേ? അതേ ചാക്കോ, അച്ഛനത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മകനെ. എങ്ങനെ ഹെലികോപ്റ്ററിനെ പറഞ്ഞു വിടച്ചോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. ഫാദർ എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ആ, വരും. ഞാനൊരു കാര്യം ചോദിച്ചാൽ താങ്കൾക്ക് വിരോധം തോന്നുമോ? വിരോധം തോന്നാനിടയുള്ള കാര്യങ്ങൾ ചോദിക്കാതിരുന്നൂടെ ഫാദർ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കാര്യം ചെയ്യാം, വിരോധം തോന്നിയാലും ഞാനത് പ്രകടിപ്പിക്കാതിരിക്കാം. ആരാണ് ഈ ബോബി? ബോബി എന്റെ ഹെലികോപ്റ്ററിന്റെ പൈലറ്റാണ്. അതല്ല ഞാൻ ചോദിച്ചത്.
നിങ്ങൾക്ക് അയാളെ എത്ര കാലമായിട്ട് അറിയാം? പ്രശ്നം എന്താണ് ഫാദർ? അയാൾക്ക് മാനസികമായി വല്ല തകരാറും? ഫാദറിന് സംശയം തോന്നിയല്ലേ? അയാളെ പറ്റി ഇതേ സംശയം എനിക്കും തോന്നിയിട്ടുണ്ട്. ആണോ? ഞാൻ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും കണ്ണട ചെതിർക്കുക, അനാവശ്യമായി പൊട്ടിത്തെറിക്കുക, അങ്ങനെ ഒരു മനോരോഗിയുടെ പല പല ലക്ഷണങ്ങളും അയാൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. യെസ്, എനിക്കും അങ്ങനെ തോന്നി. വളരെ വിചിത്രമാണ് അയാളുടെ പെരുമാറ്റം. ഫാദറിനോട് എന്തെങ്കിലും? അങ്ങനെ പറയത്തക്കതായി ഒന്നുമില്ലെങ്കിലും പക്ഷെ അയാളെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്താ സാർ ഇവിടെ? വെങ്കടേ, ഞാനൊരു വിഡ്ഢിയാണെന്ന് താൻ കരുതിയല്ലേ? സാമാന്യ വിവരമുള്ള ഒരു എഞ്ചിനീയർക്ക് ടെയിൽ റോട്ടർ പ്രോബ്ലം കണ്ടുപിടിക്കാൻ 2 മണിക്കൂർ മതി. എഞ്ചിന്റെ ഓവറോൾ ചെക്ക് ചെയ്യാൻ 5 മണിക്കൂർ മതി. സത്യം പറ, എന്താണ് കോപ്റ്ററിന് തകരാറ്? തകരാറ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു സാർ. ടെയിൽ റോട്ടറിന്റെ ബോൾട്ട് മാറ്റിയിരിക്കുന്നു. ആരോ മനഃപൂർവ്വം ചെയ്തതാണ് സാർ. ആര്? അതറിയില്ല. കുഴപ്പം പെട്ടെന്ന് കണ്ടുപിടിക്കരുതെന്ന് കരുതി ആരോ ചെയ്തതാണ്. ഇതിപ്പോ എനിക്കല്ലാതെ മറ്റാർക്കെങ്കിലും അറിയാം? എനിക്കറിയാം സാർ. അതല്ലടോ, വേറെ ആർക്കെങ്കിലും? ഇപ്പൊ സാറിനും അറിയാം. എന്നാൽ ഇത് തൽക്കാലം മറ്റാരും അറിയണ്ട. അറിഞ്ഞാൽ അത് തുടർന്നുള്ള അന്വേഷണത്തെ ബാധിക്കും. ശരി സാർ. ഞാൻ തന്നെയാണ് ടെയിൽ റോട്ടറിന്റെ ബോൾട്ട് അഴിച്ചു മാറ്റിയത്. കുറ്റം എന്റെയാണ്. ഒരു ക്രിമിനലിനെ ജോലിക്ക് വെച്ച ഞാനാണ് വിധി. പക്ഷെ തനിക്ക് അശേഷം മനുഷ്യത്വമില്ലേ? എന്റെ പ്രശ്നങ്ങളൊക്കെ 100 വട്ടം പറഞ്ഞിട്ടും ഇത്രയും വലിയ വിശ്വാസവഞ്ചന എന്നോട് വേണമായിരുന്നു. ഞാൻ എന്റെ ഭാഗം ന്യായീകരിക്കുന്നില്ല. പക്ഷെ കാരണം എനിക്കറിയണം. എന്തായിരുന്നു തന്റെ ഉദ്ദേശം? ഇങ്ങനെയാണ് നശിപ്പിച്ചിട്ട് തനിക്ക് എന്താണ് ലാഭം? നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു തൽക്കാലം എനിക്ക് ഇവിടുന്ന് പോരാൻ നിവൃത്തിയില്ലാന്ന്. മനുഷ്യത്വം കാണിക്കാതിരുന്നത് എന്നോടാണ്. ഞാൻ കാല് പിടിച്ച് അപേക്ഷിച്ചതല്ലേ? കേട്ടോ? അതുകൊണ്ട് പ്രതികാരം ചെയ്തു അല്ലേ? അല്ല, എനിക്ക് മറ്റു മാർഗമില്ലായിരുന്നു. ആകാശത്ത് വെച്ച് അപകടമുണ്ടെന്ന് പറഞ്ഞതും ഹെലികോപ്റ്റർ കേടാണെന്ന് പറഞ്ഞിവിടെ ഇറക്കിയതും എല്ലാം മനഃപൂർവ്വമായിരുന്നു. എന്തിന്? ഞാൻ വിചാരണ നേരിടുന്ന കൊലക്കേസിൽ എനിക്കെതിരെ മൊഴി കൊടുത്ത പ്രധാന സാക്ഷി. ഒരിക്കൽ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ഒരുപാട് സ്വപ്നം കാണുകയും ചെയ്തിരുന്ന എന്റെ പെണ്ണ് സിസ്റ്റർ സെൻട്രല. വശ്യപ്പൊരുത്തം ഉൾപ്പെടെ 10 നക്ഷത്ര പൊരുത്തങ്ങൾ ഒത്തുചേർന്ന എന്റെ പെണ്ണ്. ജ്യോത്സ്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ രണരണീഭാവം, ഉത്തമ ജാതകം. പേണിക്കാട്ട് വീട്ടിൽ കല്യാണിക്കുട്ടി അമ്മയുടെ ഭർത്താവിന്റെ പേര് ഈശ്വരനാമമാണ്. അദ്ദേഹം 65-ാം വയസ്സിൽ മരിച്ചു. 2 മക്കൾ. മൂത്തത് പെണ്ണ്. മകളും ഭർത്താവും മരിച്ചു. അവർക്ക് 2 മക്കൾ. മൂത്തതാണ് ബാബി എന്നീ അക്ഷരങ്ങളിലാണ് പേര്, അതായത് ബോബി. രണ്ടാമത്തത് പെണ്ണ്, ഒരു പുണ്യ നദിയുടെ പേര്, പഠിത്തത്തിൽ പിന്നോക്കം. ഒന്ന് നിർത്തേണ്ട വിനേട്ടാ, ബാക്കി ഞാൻ പറയാം. കല്യാണിക്കുട്ടിയമ്മയുടെ 2ാമത്തെ മകൻ രാജ്യം ഭരിക്കും, അതായത് കേന്ദ്രമന്ത്രി. പേര് ഷ ഖ ര എന്നീ അക്ഷരങ്ങളിൽ, അതായത് ശേഖരൻ. അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകൻ, പേര് എളിമയുടെയും രാത്രി വെളിച്ചം തരുന്ന ഒന്നിന്റെയും പര്യായം, അതായത് വിനയചന്ദ്രൻ. ജ്യോതിഷത്തിൽ അതിപ്രശസ്തനാകും എന്ന് സ്വയം ഒരു ധാരണ. എന്റെ മുത്തശ്ശി, വേറെ പണിയൊന്നുമില്ലേ? ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ? എന്നാ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. മുത്തശ്ശിക്കിപ്പോ ഗജകേസരി യോഗമാണ്. അതിന്റെ ഐശ്വര്യമായി കാണുന്നതൊക്കെ പേരക്കുട്ടികളുടെ മക്കളോടൊപ്പം വരെ സന്തോഷമായിട്ട് കഴിയാനുള്ള ആയുസുണ്ട്. അതെയോ? ആ, മുത്തശ്ശി ഒന്നും വിശ്വസിക്കണ്ട കേട്ടോ, ശുദ്ധ തട്ടിപ്പ. എന്നാ നിന്റെ കാര്യം പറയാം.
എന്ന് കല്യാണം നടക്കും? നിനക്കെത്ര പിള്ളേരുണ്ടാവും? അവരുടെ പേരെന്താ? ആ വിരളിയും കാണിച്ചേ. വേണ്ട വേണ്ട, എന്നിട്ട് എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയാനല്ലേ? അവൻ നിന്നെ തന്നെ കെട്ടു. എന്നിട്ട് ഇന്നലെ ലണ്ടനിൽ കൂടെ പഠിച്ച മാതാമ്മയുടെ തോളത്ത് കയറ്റിക്കുന്ന ഫോട്ടോ കാണിച്ച് അവളെ കെട്ടാൻ പോണെന്ന് പറഞ്ഞതോ? അത് നിന്നെ ചുണ്ടി പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേ? എന്നാ പോയി അവളുടെ വിരലടയാളം എടുത്ത് ജാതകം നോക്കിയാ മതി. നിന്റെ വിരലടയാളം എടുത്ത് നോക്കാമോ? നോക്കട്ടെ. എന്താ കുട്ടികളെ ഇത്? ഈ കുട്ടികളുടെ ഓരോരോ കാര്യങ്ങള് വളർന്നു എന്നുള്ള ബോധം രണ്ടെണ്ണത്തിനും ഇല്ല. വയസ്സായി എന്നുള്ള തോന്നല് മുത്തശ്ശിക്കുമില്ല. എന്തിനാ ഈ പിള്ളേരുടെ പിറകെ ഇങ്ങനെ നടന്ന് ഓടുന്നേ? ആര് പറഞ്ഞു എനിക്ക് വയസ്സായിന്ന്? അത് നിന്റെ തോന്നലാ. കൂട്ടുകാരന്റെ മുമ്പ് വെച്ച് എന്നെ കൊച്ചാക്കലേട്ടോ. ഓ, ഫീൽ ചെയ്തു. ദേ കേട്ടോ കുട്ടി, എന്താ പേരെന്ന് പറഞ്ഞേ? നമ്പിടി, ദാമോദരൻ നമ്പിടി. ആ, നമ്പിടി. ചിട്ടയും മുറയൊക്കെ ആയിട്ട് ജീവിച്ചത് കാരണം ദൈവം തമ്പുരാൻ എനിക്ക് കുറച്ച് ആരോഗ്യ ആയുസും ഒക്കെ തന്നു. തറവാടിന്റെ സുഹൃതം. ദേ ഇവരൊക്കെ എന്റെ കൊച്ചുമക്കളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു സൂക്ഷിപ്പില്ല. അതെ അതെ, ഈ കാണുന്നൊന്നും അല്ല ഉരുപ്പടി, പക്ക ഓർത്തഡോക്സ്. ഷെല്ലി, നീ ഒരു നസ്രാണിയാണെന്നെങ്ങാണ് പറഞ്ഞ ഈ പടിക്കകത്ത് കാലുകുത്താൻ പറ്റില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് നമ്പടിയായിട്ട് എന്റെ കൂടെ വാ. നിനക്കെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടായല്ലേ? ഹാ, എന്തോന്ന് ബുദ്ധിമുട്ടടാ. അമ്മാവനൊന്നും വന്നോട്ടെ. ആ, ഇനി നിങ്ങൾ റെസ്റ്റ് ഹൗസിലോ മറ്റോ പോയി തങ്ങിക്കൂ. നാളെ രാവിലെ 10 മണിക്ക് വന്നാൽ മതി. അല്ല സർ, സാറിന് പ്രൊട്ടക്ഷൻ തരുന്ന ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ? എടോ, ഇവിടെ എന്റെ അമ്മയും മക്കളും മരുമക്കളും ഒക്കെ ഉള്ളൂ. അവരാരും എന്നെ കടിച്ചു തിന്നാനൊന്നും പോണില്ല. എന്നാലും സർ. എന്താ ശേഖര ഇവന്റെ പേര്? ജോൺ തോമസ്. ശേഖര, അന്തസ്സുള്ളൊരു തറവാടാണിത്. അതെ അതെ, കുടുംബകാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനിടെ നിങ്ങളുടെ സെക്യൂരിറ്റി ഒന്നും വേണ്ട, പ്രൊട്ടക്ഷനൊക്കെ ഞാൻ ഇവിടെ നിന്ന് കേന്ദ്രമന്ത്രിയായിട്ട് പുറത്തോട്ട് ഇറങ്ങും മതി. ചെല്ലേ? ഓക്കെ സർ. ഓക്കെ, വാമേ. ആ, സുഖാണോ മോളെ? ആ. അമ്മേ, ഞാൻ നമ്മുടെ പുത്തമ്പേട്ടിലെ രാമകൃഷ്ണനെ ഡൽഹി വെച്ച് കണ്ടു. അവരിപ്പോ പുറത്തോട്ടോ മറ്റോ പോവാന്നോ? വിടറാവളെ. ഞാനുള്ള തമ്പ് ഇംപ്രഷൻ എടുക്കാൻ. എടാ, കഴിഞ്ഞ മാസം ഞാൻ ഡൽഹി വെച്ച് നടത്തിയ ഇഫ്താർ പാർട്ടിയില് നീ ഒരു IAS കാരന്റെ ഭാര്യയുടെ കയ്യെ കയറി പിടിച്ചതിന്റെ ഇംപ്രഷൻ ഇതുവരെ തീർന്നിട്ടില്ല. ഇതിനാണോടാ നിന്നെ ഞാൻ ലണ്ടനിൽ വെച്ച് പഠിപ്പിച്ചത്? അത് അച്ഛന്റെ ഇഷ്ടം, ഇതെന്റെ ഇഷ്ടം. ഇതെന്റെ ഇഷ്ടം. അമ്മാവ, ഞങ്ങൾ രണ്ടാളും ഹിന്ദുസ്ഥാൻ ഏവിയേഷൻ കോളേജിന്റെ പ്രോഡക്ട്സ് ആണ്. യവനന്റെ ഒരു കൊല്ലം ജൂനിയറാ. ഓ, അത് ശരി. കുറച്ച് പുളിശ്ശേരി ഒഴിച്ചേ. ഇതെന്താ പായസം പോലെ മധുരിക്കുന്നേ? അത് നിന്റെ മരുമോൾ ഉണ്ടാക്കിയതല്ലേ, പിന്നെങ്ങനെയാ മധുരിക്കാണ്ടിരിക്കുക? ആ, ഇനി താൻ പറ, തനിക്കെന്താ പറയാനുള്ളേ? സർ, ഞാൻ ന്യൂ ഹിന്ദു എക്സ്പ്രസിന്റെ പത്രക്കെട്ടുകൾ മുംബൈയിൽ നിന്നും മറ്റ് സിറ്റികളിൽ കൊണ്ടുപോകുന്ന കാർഗോ ഫ്ലൈറ്റിന്റെ പൈലറ്റായിരുന്നു. കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി അത്യാവശ്യ സാധനങ്ങൾ പത്രക്കാരറിയാതെ എത്തിച്ചു കൊടുത്തിരുന്നു. അതായത് ചെറിയൊരു കള്ളത്തരം. അങ്ങനെയല്ല മാവ, അവരവനെ മുതലെടുത്തു. പാകിസ്ഥാനിലും ഗൾഫിലും ഒക്കെ ഒരുപാട് കണക്ഷൻസ് ഉള്ള സമദ് ഖാൻ, അണ്ടർവേൾഡ് ഡോൺ, അയാളുടെ ആൾക്കാരവനെ കുടുക്കി. ഓ, പേരെന്താ പറഞ്ഞേ? സമദ് ഖാൻ. അല്ലടാ, ഇയാളുടെ പേര്? ഷെല്ലി മാത്യു. ഓ, ഷെല്ലി നമ്പിടി. സമദ് ഖാന് വേണ്ടി പലതും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അയാൾ ബിനാമിയായി എന്റെ പേരിൽ നിക്ഷേപിച്ചിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകൾ സർക്കാരിനെ ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. മാത്രമല്ല, പിടികിട്ടാപ്പുള്ളിയായ അയാളെ കൊടുക്കാനുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തുതരാം. പകരം താനെന്താ പ്രതീക്ഷിക്കുന്നേ? എന്റെ ജീവന് സംരക്ഷണം. തന്നെയുമല്ല, മാപ്പുസാക്ഷിയാക്കി ശിക്ഷയിൽ ഇളവ് ചെയ്തു കിട്ടണം. എടോ, താൻ മാനസാന്തരപ്പെട്ടത് നല്ലത് തന്നെ. തന്നെ പോലെ രാഷ്ട്രത്തിന് ഉതകുന്ന ചെറുപ്പക്കാർ തിരിച്ചു ചിന്തിക്കേണ്ട കാലമാണിത്. നമ്മുടെ രാജ്യത്തെ മൂന്നാംകിടയോ നാലാംകിടയോ ആയി കാണാൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനലുകളെയും ശത്രു രാജ്യങ്ങളെയും നേരിടാനുള്ള കരുത്ത് ഇവിടുത്തെ കല്ലിനോ മണ്ണിനോ മരത്തിനോ ഇല്ല. അത് വേണ്ടത്
ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാരുടെ രാജ്യസ്നേഹത്തിലാണ്. ഒരുപാട് പരിമിതികളുണ്ടോ ഒരു നിയമമന്ത്രിക്ക്. എങ്കിലും എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ തനിക്ക് വേണ്ടി ചെയ്യാം. തന്നെപ്പോലെ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്ന മറ്റുള്ള ചെറുപ്പക്കാർക്ക് ഇതൊരു മാതൃകയാവട്ടെ. താങ്ക് യു സാർ. ദേ ശേഖര, നീ നാട്ടുകാര്യങ്ങൾ നോക്കി നടന്ന് കുടുംബകാര്യങ്ങൾ മറക്കരുത്. ഈ പിള്ളേരുടെ കാര്യം ഒന്ന് പെട്ടെന്ന് തീരുമാനിക്കണം. അതിന് മുകളിൽ ഒരുത്തരില്ലേ, അമ്മ ആദ്യം അവനൊരുത്തെ കണ്ടുപിടിക്ക്. ആ. ശരി അമ്മേ, വരട്ടെ. ഉദ്ഘാടനത്തിന് എത്താനുള്ള സമയമായി. എടാ, നീ ഇവിടെയുള്ള ഇംപ്രഷൻ എടുത്ത് നടക്കാൻ നേരെ ഡൽഹിക്ക് വാ. ഓക്കെ ബോബി. ശരി അമ്മ. ദേ, അവൻ പറഞ്ഞത് കേട്ടല്ലോ. എന്ത്? നിനക്ക് ചേർന്ന പെണ്ണിനെ കണ്ടുപിടിക്കാൻ എന്നെയാണ് അതിന് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. അതെന്താ? അതെങ്ങനെ? ആ, അതെന്താന്ന് എനിക്കറിയണം. ആ, അതിന്റെ പേരിൽ ഇനി വഴക്കം വെക്കാനൊന്നും വേണ്ട. ബോബിയേട്ടന്റെ കല്യാണക്കാര്യം കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. ഒന്നിങ്ങി വന്നേ, ഒരു ഇംപ്രഷൻ വേണം. ഞാൻ തുറന്നു പറയുന്നോണ്ട് വിഷമം തോന്നരുത്. നീ കാര്യം പറയടാ. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ബോബിയേട്ടന് ഇപ്പൊ ശനിദശയുടെ തുടക്കം. കേസ്, കോടതി, മാനഹാനി തുടങ്ങി ആയുസിന് വരെ ക്ഷീണം. എന്റെ പാറമേക്കാവിലമ്മേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്. ദേ ബോബിക്കുട്ട, നീ ഇനി പ്ലെയിൻ ഓടിക്കാൻ പോവരുത്. അങ്ങനെ പേടിച്ചിട്ടൊക്കെ ജീവിക്കാൻ പറ്റും മുത്തശ്ശി? ഏട്ടൻ ഇനി എവിടെയും പോകണ്ട. എവിടെയും പോയില്ലെങ്കിലും അപകടം പിന്തുടരുമെന്നാണ് ഇതിൽ കാണുന്നത്. എടുത്തോണ്ട് പോടാ നിന്റെ ഈ ഓലക്കെട്ടൊക്കെ. എന്റെ കുട്ടന് എന്തെങ്കിലും സംഭവിച്ച എന്റെ ദേവി. നീ വെറുതെ ഓരോ തമാശ പറഞ്ഞ് മുത്തശ്ശിയെ കരയിച്ചാലുണ്ടല്ലോ. തമാശയല്ല, അഗസ്ത്യമുനിയുടെ ശാസ്ത്രം ഒരിക്കലും തെറ്റില്ല. ആയുസ് നീട്ടിക്കിട്ടാനുള്ള പ്രതിവിധിയും ഇതിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. എന്താന്ന് പറയൂ വിനേട്ടാ. കല്യാണം അത് തന്നെ. അത് കൊള്ളാം. കല്യാണക്കാര്യം നോക്കാനല്ലേ നീ ഇപ്പൊ ഓല എടുത്തത്. പക്ഷെ ഈ കല്യാണം ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കും. എന്താന്ന് വെച്ചാ തെളിച്ച് പറയൂ വിനയ. മുത്തശ്ശി, ബോബിയേട്ടൻ ഒരു അന്യജാതി പെണ്ണിനെ കെട്ടാനാണ് യോഗം. ബെസ്റ്റ്. ഞാൻ ഹാപ്പിയായി. അതായത് മുൻ ജന്മങ്ങളിലെല്ലാം ഈ പെണ്ണ് ബോബിയേട്ടന്റെ ഭാര്യയായിരുന്നു. ഭാഗ്യമുള്ളവളാ. ബോബിയേട്ടന്റെ സകല ദോഷങ്ങൾക്കും പരിഹാരമാണ് ആ പെൺകുട്ടിയെന്ന് ഈ ഏട് പറയുന്നു. ഞാൻ പറയുന്നതല്ല, ഇത് സത്യമാണ്. എങ്കിൽ ഞാൻ ആ പെണ്ണിനെ കെട്ടുന്നുള്ളൂ. മുത്തശ്ശിയുടെ ജാതി പ്രശ്നം അതോടെ തീരുവല്ലോ. അങ്ങനെ വരട്ടെ. അപ്പൊ എന്നെ പറ്റിക്കാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒത്തുകളിയായിരുന്നു. ദേ ചൂലെടുക്കും ഞാൻ. മുത്തശ്ശി, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. പതുക്കെ. കുട്ടാ, നീ പോയാ മുത്തശ്ശിക്ക് മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല. എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല മുത്തശ്ശി. ഞാന് ദിവസവും രാവിലെയും വൈകുന്നേരവും മുത്തശ്ശിയെ ബോംബെന്ന് ഫോൺ ചെയ്തോളാം. എന്താ പോരെ? മുത്തശ്ശി, സമയത്തിന് ആഹാരമൊക്കെ കഴിക്കണം. പിന്നതേ, ഈ വാനരപ്പടയുടെ കൂടെ ഓടിച്ചാടി നടക്കരുത്. കയ്യോ കാലോ ഒളിക്കാലുണ്ടല്ലോ. എനിക്ക് വേഗം ഇങ്ങോട്ട് പോരേണ്ടി വരും. വരട്ടെ മുത്തശ്ശി. ഡാ കൊച്ചനെ, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. ദേ ഒരു കാര്യം, നീ ഇവനെ ബോംബെയിലൊന്ന് ശ്രദ്ധിക്കണേ. ശ്രദ്ധിച്ചോളാം മുത്തശ്ശി. പോവാ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ വരട്ടടി കാന്താരി. വരട്ടടാ. എന്റെ പറമേക്കാവമ്മേ, കാത്തോളണേ.